ഹലോ, ഞാൻ റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസിറ്റി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പം ദയവേത് ഇത് ചെക്ക് ചെയ്ത് നോക്കണം. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഒരിക്കൽ കൂടി പറയും. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോ നമ്മൾ എടുത്ത വളരെ ചെറിയ വീഡിയോ ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ പ്രത്യേകം എടുത്ത് പറയാണ്. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ ടോപ്പിക്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 10 ക്വസ്റ്റ്യൻ ബാങ്ക്. അതിൽ ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ ബാങ്ക്, ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിൽ ക്വസ്റ്റ്യൻ ബാങ്ക്. അതിൽ 8 മുതലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഞാൻ മൊത്തത്തിൽ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ അല്ല, ഏകദേശം ഒരു അരമണിക്കൂറുള്ള വീഡിയോ നമ്മൾ ചെയ്തുള്ളൂ. ഭയങ്കര ബിസി ആയി പോയി, അതാണ് ഇപ്പൊ അടുത്തൊന്നും ഇത്ര അരമണിക്കൂറിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറയാം. ജസ്റ്റ് എനിക്കൊന്ന് മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് പറയണമെന്നുള്ളൂ. കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല ഇതില്. ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം കേട്ടോ, ഞാൻ എടുത്ത് പറയണമെന്നുള്ളൂ. നമ്മൾ 100 വരെയാണ് പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയില്. ഇനി 101 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് പറയണേക്ക് മുന്നേ ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാണ്. വേറെ ഒന്നുമല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പറയുന്ന വിഭാഗത്തിൽ അതുപോലെ തന്നെ നമ്പേഴ്സിലൊക്കെ തെറ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് ക്ഷമിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ കമന്റ്സും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. നമ്മൾ ലാസ്റ്റ് ഭാഗത്ത് ഓൾറെഡി നമ്മളിതൊക്കെ പറയാറുണ്ടെങ്കിലും ഇതൊന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നതാണ് കുറേ കൂടി നല്ലതെന്ന് തോന്നി, അതുകൊണ്ട് പറയണമെന്നുള്ളൂ. അപ്പൊ നമുക്ക് പറയാം 101. Compared to 50 years ago, the thinning ozone layer has produced dramatic increases in case of A. asthma and color blindness, B. cataracts and skin cancer, C. vitamin D deficiency and hearing loss, D. skin cancer and retinal detachment. Answer B. cataracts and skin cancer. 102. Compared to an ecosystem with just a single stage of succession, an ecosystem with a variety of successional stages, A. is more likely to experience forest fires, B. has greater biodiversity, C. is less likely to experience erosion, D. has a much lower rate of primary productivity. Answer B. has greater biodiversity. ഈ ടിക്ക് ചെയ്തേക്ക് എന്താണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ബി ഹാസ് ഗ്രേറ്റർ ബയോഡൈവേഴ്സിറ്റി. 103. കമ്പയർഡ് ടു ഫോറസ്റ്റ് യൂസിങ് സസ്റ്റൈനബിൾ ഫോറസ്റ്റ് മാനേജ്മെന്റ്, കൊമേഴ്ഷ്യൽ ഫോറസ്റ്റ് മാനേജ്ഡ് ഫോർ മാക്സിമം സസ്റ്റൈനബിൾ yield ഓഫ് കൊമേഴ്ഷ്യലി വാല്യുബിൾ സ്പീസീസ് വിൽ എ സപ്പോർട്ട് മോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ബി മോർ റെസിസ്റ്റന്റ് ടു പെസ്റ്റ്, സി പ്രൊഡ്യൂസ് എ ഗ്രേറ്റർ വെറൈറ്റി ഓഫ് വുഡ്, ഡി ഹാവ് ഗ്രേറ്റർ ഇറോഷൻ പ്രോബ്ലംസ്. Answer D. have greater erosion problems. 104. Compared to near shore aquaculture, open ocean aquaculture, A. is more polluted, B. has higher concentrations of pathogens, C. is restricted to carnivorous species, D. has less competition from other activities. Answer D. has less competition from other activities. 105.
Compared to persistent pesticides, non-persistent pesticides are A. less likely to cause resurgences, secondary pest outbreaks, or promote and sound പോയി ഒരിക്കൽ കൂടി പറയാണ് 105. Compared to persistent pesticides, non-persistent pesticides are A. less likely to cause resurgences, secondary pest outbreaks, or promote pesticide resistance. A. less likely to cause resurgences, secondary pest outbreaks, or promote pesticide resistance. And B. more likely to cause resurgences, secondary pest outbreaks, or promote pesticide resistance. C. equally as likely to cause resurgences, secondary pest outbreaks, or promote pesticide resistance. D. more likely to cause resurgences and secondary pest outbreaks but less likely to promote pesticide resistance. Answer C. equally as likely to cause resurgences, secondary pest outbreaks, or promote pesticide resistance. Answer C. equally as likely to cause resurgences, secondary pest outbreaks, or promote pesticide resistance. 106. Compared to the long-term historical average rate of extinction rates today are A. lower, B. about the same, C. higher, D. changing from higher to lower rates in the past century. Answer C. higher. 107. Competitive exclusion is not as common as many biologists expected, in large part because A. there just are not that many species of organism on Earth. B. ecosystems are more homogeneous than was appreciated. C. even when two species share an identical niche, they find a way to cooperate. D. heterogeneous environments allow apparent competitors to occupy separate niches. Answer D. heterogeneous environments allow apparent competitors to occupy separate niches. 108. Composting toilet systems require A. aerobic bacteria, B. anaerobic bacteria, C. large fungal colonies, D. large volumes of water. Answer A. aerobic bacteria. Answer A. aerobic bacteria. 109. Consumers that eat plants rely upon A. chemical energy stored in organic molecules produced by photosynthesis, B. kinetic energy stored in organic molecules produced by photosynthesis, C. photosynthesis to convert potential energy to kinetic energy, D. entropy to generate heat to drive kinetic process in their bodies. Answer A. chemical energy stored in organic molecules produced by photosynthesis. 110. Continued increase in crop yields in developed parts of the world are primarily limited by A. climate, B. genetic potential of a particular strain, C. salinization of the soils, D. erosion. Answer B. genetic potential of a particular strain. 110. Continued increases in crop yields in developed parts of the world are primarily limited by A. climate, B. genetic potential of a particular strain, C. salinization of the soils, D. erosion. Answer B. genetic potential of a particular strain. 111. Current data from satellite measurements of temperature in the troposphere reveal
A. Remarkable agreement with the surface temperatures. B. Sharp differences with the surface temperatures. C. No correlation between temperature and levels of greenhouse gases. D. A general cooling of global atmospheric temperatures. Answer A. Remarkable agreement with the surface temperatures. Answer A. Remarkable agreement with the surface temperatures. 112. Current levels of atmospheric carbon dioxide are A. Remaining high but steady. B. Higher than they have been 8 lakh years. C. Fluctuating greatly but are starting to increase again after a downward trend in the 1990s. D. Decreasing because surplus carbon dioxide is being absorbed by the Arctic permafrost. Answer B. Higher than they have been 8 lakh years. 113. Dams typically A. Make flooding more irregular downstream. B. Create important water reservoirs. C. Contribute to global warming. D. All of the above. Answer B. Create important water reservoirs. 114. DDT is A. Biochemical pollutant. B. Biodegradable pollutant. C. Non-biodegradable pollutant. D. Non-pollutant. Answer A. Biochemical pollutant. 115. DDT quickly became widely used because it A. was toxic to many types of insects. B. seemed non-toxic to humans. C. was inexpensive. D. All of the choices are correct. Answer D. All of the choices are correct. Answer D. All of the choices are correct. 116. DDT was least effective in combating A. Mosquitoes. B. Rodents. C. Beetles. D. Defoliating insects such as the spurs budworm. Answer B. Rodents. 117. Deciding to use a natural enemy's approach to control the mites that infect her crops, a farmer purchases 10,000 ladybugs in the spring and spreads them over the 100 acres fields. This represents the use of natural A. Predators. B. Parasitoids. C. Pathogens. D. Plant eaters. Answer A. Predators. 118. Deep underground reservoirs of water are called A. Eutrophic zones. B. Aquifers. C. Non-phototrophic zones. D. Seismic buffers. Answer B. Aquifers. Answer B. Aquifers. 119. Detrification in sewage treatment systems requires A. the bubbling of oxygen into waste sewage. B. the addition of water to waste sewage. C. An anaerobic environment. D. An aerobic environment. Answer C. An anaerobic environment. 120. Desalination plants such as the one just completed in Tampa Bay A. produce water as inexpensively as groundwater supplies. B. is unfortunately not a sustainable source of water. C. produce enough water for local agriculture crops such as corn. D. none of the above. Answer D. none of the above. Answer D. none of the above. 121. Despite a worldwide moratorium on whale hunting by the International Whaling Commission, A. Norway, Japan and Iceland have continued to hunt whales. B. most nations of the world now permit the hunting of whales. C. whale meat is now more popular than ever in Japan and China. D. the impact of whales on commercial wild fish populations reduces whale hunting worldwide.
Answer A. Norway, Japan and Iceland have continued to hunt whales. 122. Devastating earthquake struck Haiti in January 2010, forcing the native people to live under the most primitive of conditions. Which one of the following forms of immediate aid would most likely prevent the greatest amount of disease in refugees who were not seriously harmed by the earthquakes? A. A large supply of clothing, dish soap and toiletries. B. Large supplies of rice and pots to cook the rice in. C. Water filtration systems and supplies of bottled water. D. Tents and blankets to help the people get away from the sun and keep warm at night. Answer C. Water filtration systems and supplies of bottled water. Answer C. Water filtration systems and water filtration systems and supplies of bottled water. 123. Developing a new form of ecological pest control. Researchers engineer crops to produce the pheromones of the pest. The crops now produce the pest pheromone, overwhelming the fields and causing the male pest to fail to find a mate. This new form of ecological pest control combines A. Natural enemies and cultural control. B. Cultural and natural enemies control. C. Genetic and cultural control. D. Genetic and natural chemical control. Answer D. Genetic and natural chemical control. Answer D. Genetic and natural chemical control. അടുത്തത് 124. Developing countries are set to face double jeopardy for environmental hazards because of the threats of A. Physical disasters and traditional cultural practices. B. Physical disasters and infectious disease. C. Infectious disease and increased exposure to toxic chemicals. D. Their dependence on farms for food and income. Answer C. Infectious disease and increased exposure to toxic chemicals. Answer C. Infectious disease and increased exposure to toxic chemicals. 125. Discriminatory trade practices that favor industrialized countries over developing countries are A. Rare and are gradually being eliminated. B. Not issues of environmental science. C. Ways that industrialized countries support sustainable resource management. D. The number one issue at every meeting of the World Trade Organization. Answer D. The number one issue at every meeting of the World Trade Organization. Answer D. The number one issue at every meeting of the World Trade Organization. 126. Distilling salt water to make fresh water relies upon the process of A. Precipitation and infiltration. B. Transpiration and evaporation. C. Evaporation and condensation. സോറി, നമ്മളിതിൻ്റെ ആൻസർ ടിക്ക് ചെയ്തിട്ടില്ല. നമുക്കതൊന്ന് ടിക്ക് ചെയ്യാം. 126 നമുക്ക് ഒരിക്കൽ കൂടി പറയാം. ഡിസ്റ്റിലിംഗ് salt water to make fresh water relies upon the process of A. Precipitation and infiltration. B. Transpiration and evaporation. C. Evaporation and condensation. D. Condensation and transpiration. Answer C. Evaporation and condensation. അടുത്ത 127. Drip irrigation systems are A. Less efficient than traditional flood or center pivot systems. B. Cheaper compared to traditional flood or center pivot systems. C. Producing greater crop yields. D.
D. Used for most irrigation of crops in the United States. Answer C. Producing greater crop yields. Answer C. Producing greater crop yields. 128. Dung beetles feeding on the waste of cattle grazing on hay in a field represent A. A decomposer feeding on the wastes of a consumer eating a producer. B. A producer feeding on the wastes of a producer eating a consumer. C. A producer feeding on the wastes of a consumer eating a producer. D. A consumer feeding on the wastes of a decomposer eating a producer. A. Decomposer feeding on the wastes of a consumer eating a producer. Answer A. A decomposer feeding on the wastes of a consumer eating a producer. 129. During photosynthesis, simple sugars are produced at the end of A. The light reactions. B. Cellular respiration. C. The electron transport pathway. D. The Calvin cycle. Answer D. The Calvin cycle. Answer D. The Calvin cycle. 130. Ecosystem management values most. A. Ecological sustainability. B. Economic productivity. C. Recreational use of managed regions. D. Opportunities to harvest natural resources. Answer A. Ecological sustainability. 131. Ecosystem sustainability primarily results from the relationship between the organism in an ecosystem. B. Number of predators found in the ecosystem. C. Frequency of fires or other natural disasters in an ecosystem. D. Total amount of biomass that exists in the ecosystem. Answer A. Relationship between the organisms in an ecosystem. அடுத்த 132. Ecotones. A. Contain only species found in the bordering ecosystems. B. Have the same abiotic characteristics as the bordering ecosystems. C. Consist of two or more landscapes. D. Are transitional regions between ecosystems. Answer D. Are transitional regions between ecosystems. 133. Ecotourism throughout the world relies upon A. The harvesting and sale of natural products. B. The human desire to collect wildlife products from throughout the world. C. A widespread interest in exploring and maintaining natural environments. D. An interest in discovering plants to create new crops and agricultural products. Answer C. A widespread interest in exploring and maintaining natural environments. അടുത്തത് 134. Efforts to limit global deforestation should be concentrated. A. In the northern hemisphere. B. In the developing regions of the world. C. Wherever there is the greatest concentration of people. D. In regions with the highest production of agricultural crops. Answer B. In the developing regions of the world. അടുത്തത് 135. Endemic species are A. Secure groups that show the least risk of extinction. B. Limited to just one habitat. C. Widely distributed, found especially on large continents. D. Usually the dominant species within an ecosystem. Answer B. Limited to just one habitat. 136. Energy is lost as it moves from one trophic level to the next because A. One trophic level does not consume the entire trophic level below it. B. Some of the calories consumed drive cellular activities and do not add mass. C. Some ingested materials are undigested and eliminated. D. All of the above.
Answer D, all of the above. Answer D, all of the above. Near 137, energy. A, and nutrients flow through ecosystems. B, and nutrients cycle within ecosystems. C, cycles within and nutrients flow through ecosystems. D, flows through and nutrients cycle within ecosystems. Answer D, flows through and nutrients cycle within ecosystems. 138, environmental impact assessment bracketly EIA. A, should be made compulsory for starting a developmental project. B, should not be made compulsory for starting a developmental project. C, should be done after completion of a developmental project. D, none of the above. Answer A, should be made. Answer A, should be made compulsory for starting a developmental project. അടുത്തത് 139, an environmental planning organization out of the following is A, ICAR, B, NEERI, C, NCO, D, NNPO. Answer B, NEERI. Answer B, NEERI. ഇനി അടുത്തത് 140, environmental pollution often decreases biodiversity by A, dramatically changing abiotic factors in the environment. B, introducing new species to a region. C, overexploiting organisms in their natural environments. D, reducing the number of pathogens in a region. Answer A, dramatically changing abiotic factors in the environment. 140, environmental pollution often decreases biodiversity by A, dramatically changing abiotic factors in the environment. B, introducing new species to a region. C, exploiting organisms in their natural environments. D, reducing the number of pathogens in a region. Answer A, dramatically changing abiotic factors in the environment. അടുത്തത് 141, eutrophication of a lake most likely is the result of A, an increase in atmospheric pressure associated with the surface waters. B, elevated nitrogen and oxygen gas levels in the water. C, excessive concentrations of organic and inorganic nutrients. D, a decrease in oxygen content of the water. Answer B, elevated nitrogen and oxygen gas levels in the water. 142, eutrophication. A, is a normal process that converts dry land into marshes. B, is slowed by the presence of phosphate and nitrate fertilizers. C, is characterized by an excess amount of oxygen in large bodies of water. D, is characterized by a rapid increase in the size of bacterial populations. Answer D, is characterized by a rapid increase in the size of bacterial populations. Answer D, is characterized by a rapid increase in the size of bacterial populations. അടുത്ത 143, even greater health risks are associated with a person who smokes and A, delivers male in a farming community. B, 143 നമ്മൾ ഒരിക്കൽ കൂടി പറയണം, നമ്മൾ ടിക്ക് ചെയ്യാൻ മറന്നുപോയി ആൻസർ. 143, even greater health risks are associated with a person who smokes and A, delivers male in a farming community. B, works inside of an office building. C, works in a coal mine. D, jogs in a park for exercise. Answer C, works in a coal mine. Answer C, works in a coal mine. പിന്നെ ഈ ക്വസ്റ്റ്യൻസിലെ നമ്മൾ ഒരു ലാസ്റ്റാണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഡി എന്നുള്ളത്. ഞാനിതിൽ സി എന്നുള്ളത് നമ്മൾ തെറ്റിപ്പോയതാണ്. നമ്മൾ അത് എന്താ പറയുക, ടിക്ക് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. ശരിക്കുള്ള ആൻസർ ഡി ആണ്. 144 ക്വസ്റ്റ്യൻ അല്ല. നമുക്കിത് വായിക്കാം. 144,
Every day, tremendous amount of the sun's energy strike the earth. Why doesn't the earth overheat? A. Much of the heat melts rocks, forming lava deep inside the earth. B. Most of the energy is used in photosynthesis to help plants grow and survive. C. The energy mostly absorbed in various weather systems. D. The energy is ultimately radiated back to space. Answer D. The energy is ultimately radiated back to space. 145. Evidence from proxies indicate 8 major oscillations in global temperatures over the past 8 lakh years, most likely the result of A. Rising and falling sea levels that greatly impact photosynthetic activity. B. Variations in solar activity that produce different levels of radiation. C. Milankovitch cycles of periodic variations in Earth's orbits around the Sun. D. Lunar cycles in which the Moon orbits at different distances from the Earth. Spelling mistake ദയവേത് ക്ഷമിക്കുക. Answer C. Milankovitch cycles of periodic variations in Earth's orbits around the Sun. Answer C. Milankovitch cycles of periodic variations in Earth's orbits around the Sun. നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയാം. ഇത് നമ്മൾ ടിക്ക് ചെയ്തിട്ടില്ല, ഇതൊക്കെ നമ്മൾ പിന്നീട് ടിക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ഇത്രയും നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മൾ ഇത്രേ കാണിക്കുന്നുള്ളൂ. നമ്മുടെ എന്താ പറയുക, ക്യാമറയുടെ ക്ലാരിറ്റി പോയി. അപ്പം അതിന് പ്രത്യേകം സോറി പറയണം. എന്തായാലും നമ്മൾ ഇപ്പം ഇത്രയൊന്നും അല്ല, ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 1020 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഈ സെക്ഷനിൽ. നമ്മൾ ഇത്രേ നമ്മൾ പറയുന്നുള്ളൂ. നമ്മൾ ജസ്റ്റ് ഇത് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി. അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിൽ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു, പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്. പിന്നെ ക്യാമറയുടെ ഈ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലായല്ല. എന്തായാലും ക്യാമറയുടെ അത് പോയി, ക്ലാരിറ്റി. അപ്പം ഇത് വല്ലാത്തൊരവസ്ഥ എന്ന് തന്നെ പറയാം, ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത്. കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ഭാഗത്തായതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു രീതിയിലോട്ട് ശരിക്കും നമുക്ക് വീഡിയോ നമ്മൾ പരമാവധി ഇത് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടെങ്കിലും പറ്റുന്നില്ല. ഇപ്പോൾ ഉള്ള മിക്ക വീഡിയോ ചെയ്യുന്നതും ലാസ്റ്റ് ഭാഗത്ത് ഈ രീതിയിലോട്ട് ആകെയാണ്. ലാസ്റ്റ് ഭാഗത്താണ് കൂടുതൽ ഇങ്ങനെ വരുന്നത്, അതിന് മുന്നേ അത്ര പ്രശ്നമില്ല. അപ്പം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്തായാലും പോരായ്മകളും കുറവുകളൊക്കെ. മെയിനായിട്ട് ഈ ക്യാമറയുടെ ക്ലാരിറ്റി, അതുപോലെ തന്നെ അങ്ങനത്തുള്ള കാര്യങ്ങളാണ് നമുക്ക് എടുത്ത് പറയുന്നത്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കമന്റ്സും കാര്യങ്ങളും വരും, പിന്നെ ഓപ്പോസിറ്റ് വീഡിയോ കാര്യങ്ങൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറയുന്നത്. ദയവേത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത് ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്. അപ്പം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ വീഡിയോയിൽ ടൈപ്പ് ചെയ്ത് വെക്കും. അത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഫസ്റ്റ് വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത്. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നുള്ളതാണ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സോങ്സ് മിക്സ് ചെയ്തിട്ടായിരിക്കും വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ആത്മാർത്ഥത്തോടെ ക്ഷമ ചോദിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണെന്ന് തന്നെ പറയാം. കാരണം നമ്മൾ സാധാരണ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും
അതുപോലെ തന്നെ നമ്മൾ സോങ്സ് മിക്സ് ചെയ്ത് വീഡിയോ എഡിറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും വളരെ രണ്ട് അറ്റത്താണ് നിൽക്കുന്നത് നമുക്ക് പറയാം. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ എടുത്ത് പറയേണ്ടി വരുന്നത്. അപ്പം എന്തായാലും അതൊക്കെ നിങ്ങൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക, ക്ഷമിക്കുക, അത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ. ഇപ്പം നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല, നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അത് എഡിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പം നിങ്ങളുടെ സഹകരണമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗം ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിലെ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ക്യാമറയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ക്യാമറയുടെ ക്ലാരിറ്റിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്, ഇതിന് മുന്നേ ചെയ്ത വീഡിയോസിലൊക്കെ. അപ്പൊ ആ വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു എന്തായാലും. അപ്പം നമ്മളെന്തായാലും അധികം നീട്ടുന്നില്ല. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുക്കണം എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പൊ ഇത് CCTക്ക് വേണ്ടി നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു, ആശ്വസിക്കുന്നു. അപ്പൊ നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ, ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.